എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം കുറച്ചധികം നാളുകൾക്ക് ബൈക്ക് യാത്രയ്ക്ക് ശേഷം ഒന്ന് ബസ്സിൽ ട്രാവൽ ചെയ്യുണ്ടായി. അത്യാവശ്യം തിരക്കുള്ളൊരു ബസ്സായിരുന്നു. അപ്പോൾ ഏറ്റവും പുറകിലെ സീറ്റിന് സൈഡിലായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. അവൻ ഫോൺ ചെയ്യുന്നുണ്ട്. 9-ലോ 10-ലോ പഠിക്കുന്ന ഒരു പ്രായം, യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നവൻ്റെ ഏജ് കാറ്റഗറി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന ചോദ്യത്തിന് റിപ്ലൈ ആയിട്ട് അവൻ കൊടുക്കുന്നത് ഇങ്ങനെയായിരുന്നു: എടാ, ടീച്ചറാണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറയാനുള്ളത് നീ രണ്ടെണ്ണം ചേർത്ത് അങ്ങ് പറഞ്ഞേക്കണം. ഞാൻ ആലോചിക്കായിരുന്നു ശരിക്കും ഇന്നത്തെ യൂണിവേഴ്സിൽ ക്ഷമ എന്ന വാക്കിൻ്റെ പ്രസക്തിയെ പറ്റി. ശരിക്കും ഇന്നത്തെ ജനറേഷൻ പിള്ളേർ ഭയങ്കര കൈൻഡാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു, അവർ പോകുന്ന വഴിയിൽ വേറെ ആരും വണ്ടി നിർത്തിയില്ലെങ്കിലും അവരൊന്ന് വണ്ടി നിർത്തി അയാളെ എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കും. ഒരു കണ്ണ് കാണാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അതുവഴി അവന് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അവനോ അവളോ തിരിച്ചു വന്ന് അയാളുടെ കൈപിടിച്ച് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകും. പക്ഷേ എവിടെയോ വെച്ച് അവർക്ക് കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മാപ്പ് കൊടുക്കുക, ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് തിങ് എവിടെയോ വെച്ച് അവർക്ക് കിട്ടാണ്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ബ്രേക്ക് ടൈമിൽ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ടീച്ചർ അത്യാവശ്യം ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്നാ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഇങ്ങനെയായിരുന്നു: ബ്രേക്ക് ടൈമിൽ 2 കുട്ടികൾ തമ്മിൽ അടികൂടി. ഒരു കുട്ടി മറ്റവൻ്റെ മൂക്കിടിച്ച് പൊട്ടിച്ചു, അവൻ ഇവൻ്റെ കൈപിടിച്ചൊടിച്ചു. പ്രശ്നം വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. ഇവൻ നടന്നു പോയപ്പോൾ അവനിവനെ തുറച്ചു നോക്കി. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. ശരിക്കും ഒന്ന് വിട്ടുകൊടുക്കാനോ ക്ഷമിക്കാനോ അങ്ങനെയുള്ളൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡുകൾ കൊണ്ടാണ് ഇമോഷൻസ് ആക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടപ്പോഴും കേട്ട് വന്നൊരു കഥ ഇങ്ങനെയായിരുന്നു: ഒരു കലാകാരൻ ഒരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അയാൾ വളരെ കഷ്ടപ്പെട്ട് നിലമൊക്കെ ഉഴുത് അയാളുടെ വീട്ടിന് മുന്നിൽ തന്നെ ഒത്തിരിയധികം ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലെല്ലാം പൂക്കൾ വിരിയുന്നു. ഒരു ദിവസം അയാൾ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിന് മുന്നിലൊരു ചെയറൊക്കെ ഇട്ട് അതിലിരുന്ന് ആ പൂക്കളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ കാണുന്നത് വഴിയിലൂടെ പോയ ഏതോ ഒരു മനുഷ്യൻ ആ പൂന്തോട്ടത്തിനകത്ത് കയറി ആ പൂക്കളൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് കടന്നു പോകുന്നതാണ്. ഈ കലാകാരൻ അത് കണ്ട് ഇങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത ഒരു ഗാർഡനാണ് ഏതോ ഒരു മനുഷ്യൻ ചവിട്ടി മെതിച്ചുകൊണ്ട് പോകുന്നത്. ഇയാൾ ചാടി എഴുന്നേറ്റ് അയാളുടെ അടുത്ത് പോയി ആ മനുഷ്യനെ പിടിച്ച് തിരിച്ചു നിർത്തി ഒരൊറ്റ അടിയിട്ട് കൊടുത്തു. അടികൊണ്ട് വീണ മനുഷ്യൻ പതിയെ തറയിൽ കിടന്ന് ഇങ്ങനെ തപ്പി തപ്പി നോക്കുന്നത് കണ്ടപ്പോഴാണ് ഈ മനുഷ്യന് ശരിക്കും മനസ്സിലായത് ഇത് ശരിക്കും ഒരു അന്ധനായിരുന്നു എന്നുള്ളത്. അയാൾ പതിയെ ആ മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സോറി പറയാനുണ്ടായി. ശരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ മനുഷ്യരെല്ലാവരും അവരുടെ എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ അവർ അറിയാണ്ടാണിത് ചെയ്തു പോയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും നമ്മൾ അടിയുണ്ടാക്കിയതും ദേഷ്യപ്പെട്ടതും ഇപ്പോഴും പിണങ്ങിയിരിക്കുന്നതുമൊക്കെ ഈ കാറ്റഗറി മനുഷ്യരോടാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സോറി ചോദിച്ചൂടെ? എൻ്റെ കൂടെ നടന്ന 12 പേരിൽ നിന്ന് ആര് നിന്നെ വിട്ടുപോയി കഴിഞ്ഞാലും ഞാൻ എൻ്റെ ജീവൻ പോലും നിനക്ക് തരും എന്നൊക്കെ വീമ്പിളക്കിയ ആ മനുഷ്യൻ 3 പ്രാവശ്യം തന്നെ തള്ളി പറയുമ്പോൾ ക്രിസ്തു പത്രോസിനെ നോക്കുന്ന ഒരു സീനുണ്ട്. അതിൽ നിന്ന് യേശുവിൻ്റെ ആ ഒരു കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ: പോട്ടടാ, എനിക്ക് തന്നെ മനസ്സിലാവും. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ഒരു ദിവസം ഇന്നത്തെ കണക്ക് പ്രതി 75ഓളം ഡിവോഴ്സ് കേസുകളാണ് ഫാമിലി കോർട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് അതിൽ 90% മദ്യപാനവും ടോക്സിക് റിലേഷനും ഒക്കെ ആയിരുന്നു ആ ഡിവോഴ്സിന് കാരണം എന്നായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ നടക്കുന്നത് ഈഗോയും ഞാനൊന്ന് വിട്ടുകൊടുത്താൽ താണു പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയുടെയും കാര്യത്തിൽ ഞാൻ കണ്ട കാര്യം ഇങ്ങനെയായിരുന്നു: അവർ തമ്മിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു രാത്രി കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേന്ന് ഞാൻ ഉറക്കം ഉണരുമ്പോൾ കാണുന്നത് കിച്ചണിൽ അപ്പൻ അരിയൊക്കെ കഴുകി കൊടുക്കുന്നു, അമ്മ അതിനെ കുക്കറിലിട്ട് വേവിക്കുന്നു. 2 പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവരുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ്. അവരുടെ ഇടയിൽ ഒരു ഈഗോയോ ഞാൻ താന്നു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ താണു പോകുമോ എന്നൊരവസ്ഥയൊന്നും ഞാൻ ഇതുവരെ ശരിക്കും കണ്ടിട്ടില്ല. കുറച്ചധികം നാളുകൾക്ക് മുന്നേ മനോരമയുടെ വരാന്ത പതിപ്പിൽ ജോസഫ് മേരി എന്ന ദമ്പതികളുടെ ജീവിതം ഇങ്ങനെ അച്ചടിച്ച് വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫാമിലി, 90s അത്യാവശ്യം നല്ലൊരു വീടും സ്വന്തമായിട്ട് ജീപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മക്കളില്ലായിരുന്നതുകൊണ്ട് അവർ 2 പേരും തനിച്ച് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. വളരെ സന്തോഷത്തോടെ അവരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ മേരി ചേച്ചിക്ക് നാഡീ തളർച്ച എന്നൊരു രോഗം പിടിപെടുന്നു.
അങ്ങനെ പതിയെ ചേച്ചി കിടക്കയിലേക്കായി പോകുന്നു. പക്ഷേ ഈ ജോസഫേട്ടനെ മേരി ചേച്ചി വളരെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ചേട്ടൻ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എടി മല്ലിപ്പൊടി ഏത് ബോക്സിലാണ് നീ വെച്ചേക്കുന്നത്, മുളക് പൊടി ഏത് ഷെൽഫിലായിരിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിളിച്ച് ചോദിച്ച് ചേട്ടൻ കുക്കിങ്ങും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പതിയെ പതിയെ ചേച്ചിയുടെ ആ കേൾവിശേഷി നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ ചേട്ടൻ ഒരു പേപ്പറും പേനയും എടുത്ത് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതി ഓരോ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എടി മുളക് പൊടി തീർന്നു, ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതി ചേച്ചിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഉത്തരം കൊടുക്കുമായിരുന്നു. പതിയെ ചേച്ചിയുടെ ഈ കാണാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവിടെ കൊണ്ടും ഈ ജോസഫേട്ടൻ തളരുന്നില്ല. ചേട്ടൻ പതിയെ ചേച്ചിയുടെ അടുത്ത് വന്നിരുന്ന് ചേച്ചിയുടെ വിരലുകളെടുത്ത് ബെഡ്ഷീറ്റിൽ ഇങ്ങനെ എഴുതി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. എടി നമ്മുടെ വടക്കേ നടയിലെ രവീന്ദ്രൻ്റെ മോളുടെ കയറിക്കുടൽ കഴിഞ്ഞു കേട്ടോ, അപ്പുറത്ത് രമേശൻ്റെ മോളുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു, എല്ലാം വളരെ നന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ നാട്ടിലെയും വീട്ടിലെയും ഓരോ വിശേഷങ്ങളും ചേട്ടൻ ആ ചേച്ചിയുടെ കൈ പിടിച്ച് ഇങ്ങനെ ബെഡ്ഷീറ്റിൽ എഴുതി പറയുമായിരുന്നു. പക്ഷെ അവിടെയും അവസാനം വരെ അടുത്ത ആഴ്ച നമ്മുടെ വീട് ജപ്തിയാണെന്നുള്ളൊരു കാര്യം മാത്രം ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു 5 സെക്കൻഡിൽ പറഞ്ഞു പോയൊരു കാര്യത്തെ പ്രതി അടുത്ത 5 വർഷമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് പിണങ്ങിയിരിക്കുന്ന എത്രയോ പേരില്ലേ നമ്മുടെ ഇടയിൽ. മക്കളുണ്ടായി അവർ വളർന്നു പോയി എന്നൊരു കാര്യത്തെ പ്രതി മാത്രം ഭാര്യയോ ഭർത്താവിനെയോ ഒന്ന് ഹഗ് ചെയ്യാനോ ഒന്ന് ഉമ്മ കൊടുക്കാനോ മടിച്ചു നിൽക്കുന്ന എത്രയോ പാരൻസ് ഇല്ലേ നമ്മുടെ ഇടയിൽ. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്? ഒരവസരം വരട്ടെ, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം വീണ്ടും സ്നേഹിക്കാം എന്നൊക്കെയാണോ ചിന്തിച്ചിരിക്കുന്നത്? കുറച്ച് നാൾ ഞാൻ സെമിനാരിയിലായിരുന്നു. ഓരോ തവണ വെക്കേഷൻ വീട്ടിലേക്ക് വന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴും എൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു 4ാം ക്ലാസ്സുകാരി. ഓരോ തവണ അവൾ എന്നെ കാണുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് അവൾക്ക് പറയാനായിട്ട് 100ഓളം വിശേഷങ്ങളുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ എന്നോട് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരു തവണ വെക്കേഷന് ഞാൻ നാട്ടിലേക്ക് എത്തുമ്പോൾ അവൾ ഓടി വന്നത് തലയിലും മുഖത്തുമൊക്കെ മാസ്ക്ഡായിട്ടാണ്. പക്ഷെ അപ്പോഴും അവൾക്ക് വേറെ വിഷമമൊന്നുമില്ലായിരുന്നു. അന്നും അവൾക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവളെന്നോട് സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ കസിനിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത്. അവൾക്ക് ക്യാൻസർ ആയിരുന്നു എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കുമായിരുന്നു. പക്ഷെ പള്ളിയിലേക്ക് വരണമെന്ന് വാശി പിടിച്ചവൾ വന്നേക്കുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ തിരിച്ച് സെമിനാറിലേക്ക് കുറച്ച് ദിവസത്തെ വർക്കിന് വേണ്ടി പോകാനുണ്ടായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്ന ദിവസം എൻ്റെ ഫോണിൽ ഒത്തിരി അധികം കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണാനോ അറ്റൻഡ് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഇതൊക്കെ കാണുന്നത്. ഞാൻ ഇവരെയൊക്കെ തിരിച്ച് വിളിക്കുന്നു, ആരും കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ബസ് കയറി നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന് ബസ് ഇറങ്ങി ഞാൻ ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് ബസ് സ്റ്റാൻഡിലെ ഭിത്തിയിൽ റോസാപ്പൂക്കളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഫോട്ടോ ആയിരുന്നു. ഞാൻ ഓടി പള്ളിയിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞാനവിടെ എത്തുന്നതിന് മുന്നേക്കും മണ്ണുകൾ അവളെ മൂടി കഴിഞ്ഞിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും അധിക നാൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ലടോ. നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നാവട്ടെ, ഈ ഒരു സെക്കൻഡിലാവട്ടെ. എത്ര ദിവസത്തേക്കാണ് നമ്മൾ ഈ മസിലും പിടിച്ച് ഒന്ന് വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഒക്കെ മടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്? നാളെ ഒരു അവസരം വരട്ടെ എന്ന് കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ഒരു ദിവസം ഒരാളൊഴിഞ്ഞ ശ്മശാന മൂവേദനയിലേക്ക് നിശബ്ദമായിട്ട് ഒന്ന് മിണ്ടാൻ പോലും സാധിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നൊരു സമയത്തേക്ക് നമ്മൾ കടക്കേണ്ടി വരും.